നമസ്കാരം. പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാത്തതിൽ ഉപരോധ സമരം നടത്തിയ MLA. മഞ്ഞളാംകുഴി അലി MLAയാണ് നാഷണൽ ഹൈവേ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചത്. മഴ മാറിയിട്ടും അങ്ങാടിപ്പുറത്തെ കുഴികൾ അടയ്ക്കാത്തത് രാഷ്ട്രീയ വിരോധം കൊണ്ടെന്നും MLA. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട വ്യാപാരികൾ പ്രക്ഷോഭത്തിൽ. 13 ബുധനാഴ്ച പ്രതിഷേധ റാലിയും ധർണയും നടത്തി. വിരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്ന് മുഖ്യ ആവശ്യം. എല്ലാ വീടുകൾക്കും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് 44 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി. മാർക്കറ്റിംഗിനകത്താണ് ഇന്ന് സിനിമയുടെ വിജയമെന്ന് നടൻ TG രവി. സിനിമകൾക്ക് പേരിടാൻ പോലും പേടിക്കേണ്ട കാലമാണിതെന്നും TG രവി. അവാർഡുകൾ നൽകുന്നത് നിലവാരമില്ലാത്ത സിനിമകൾക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ കർഷകരെ നിരന്തരം കടക്കണിയിലേക്ക് തള്ളിവിടുന്നെന്ന് സ്വതന്ത്ര കർഷക സംഘം. കർഷകദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ കർഷക സംഘം ധർണ നടത്തി. ദിവസേനയുള്ള മസ്റ്ററിംഗ് പ്രക്രിയ പ്രയാസമുണ്ടാക്കുന്നതായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇടപെടണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം MLAക്ക് നിവേദനം നൽകി. പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് MLA. വിശദമായ വാർത്തകളിലേക്ക്. നാഷണൽ ഹൈവേയിലെ കുഴികൾ അടയ്ക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന PWD നാഷണൽ ഹൈവേ അധികാരികൾക്കെതിരെ മഞ്ഞളാംകുഴി അലി MLAയുടെ ഉപരോധ സമരം. നാഷണൽ ഹൈവേ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം MLAയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. മഴ മാറിയിട്ടും അങ്ങാടിപ്പുറത്തെ റോഡിലെ കുഴികൾ അടയ്ക്കാൻ തയ്യാറായിട്ടില്ലെന്നും രാഷ്ട്രീയ വിരോധം തീർക്കാൻ മനഃപൂർവ്വം നടപടികൾ വൈകിക്കുകയാണെന്നും MLA ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി. പല പ്രാവശ്യം ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു. ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? ഫണ്ട് പാസ്സായിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ കൽപ്പിച്ചുകൂടി ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. എഗ്രിമെന്റ് എത്രയൊക്കെ മുമ്പ് വെച്ചതാണ് എനിക്കറിയാം. എത്രയോ മുമ്പ് വെച്ചതാണ് എഗ്രിമെന്റ്. നിങ്ങൾ ഈയോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ 4 പ്രാവശ്യത്തെ ഈയോട് സംസാരിച്ച. ഇനി വേനൽക്കാലം വരണം, ഫെബ്രുവരി മാർച്ച് വരണം. പിന്നെ ഇല്ലല്ല, മഴയൊക്കെ മാറി മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളത് മാത്രം നടക്കാത്തേ? ഈ അങ്ങാടിപ്പുറം പിന്നെ മറ്റേ നമ്മുടെ കൂട്ടലങ്ങാടി 53ന്റെ അടിയിലുള്ള സ്ഥലം മാത്രം നടക്കാത്ത എന്താ? മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. മങ്കട മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളിൽ കുണ്ടും കുഴികളും രൂപാന്തരപ്പെട്ടതിനാൽ ഗതാഗതം ദുസ്സഹമാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് വലിയ ഗർത്തങ്ങൾ കാരണം ഗതാഗതക്കുരുക്കും പതിവാണ്. മഞ്ഞളാംകുഴി അലി MLA നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മഴ മാറിയാൽ റോഡിലെ കുഴികൾ അടയ്ക്കുമെന്നായിരുന്നു അധികൃതരുടെ മറുപടി. മഴ മാറിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാഷണൽ ഹൈവേ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം MLAയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് MLAയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത്. മങ്കട മണ്ഡലത്തിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറത്തെ റോഡിലെ കുഴികൾ കാരണം യാത്രക്കാർ ദുരിതത്തിലായിട്ടും രാഷ്ട്രീയ വിരോധം തീർക്കാൻ മനഃപൂർവ്വം നടപടികൾ വൈകിക്കുകയാണെന്ന് മഞ്ഞളാംകുഴി അലി MLA കുറ്റപ്പെടുത്തി. ഇത് മറ്റന്നാൾ തുടങ്ങാൻ നിങ്ങൾ ആരും ഉറപ്പ് പറഞ്ഞ? ഈ കോൺട്രാക്ടർ പല പ്രാവശ്യം നിങ്ങളോട് ഉറപ്പ് പറഞ്ഞതല്ലേ? ഞാൻ തന്നെ നിങ്ങളോട് 4 പ്രാവശ്യം ഞാൻ സംസാരിച്ചു ഇല്ലേ? 4 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ പിന്നെ അയാളോട് സംസാരിക്കും, അയാൾ തുടങ്ങാന്ന് പറയും. ഞാൻ മനസ്സിലാക്കുന്ന മെറ്റീരിയൽ എല്ലാം നിങ്ങളെ AXCയുടെ ഓഫീസിൽ പെരിന്തൽമണ്ണ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്നും അവരൊന്നും താല്പര്യം എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കൽപ്പിച്ചൂട്ടി എല്ലാ മണ്ഡലത്തിലും ഇതേമാതിരി ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മുമ്പിൽ നിർത്താൻ വേണ്ടി രാഷ്ട്രീയപരമായി പകപോക്കുന്നതാണെന്നാണ് ഞങ്ങളെ ആൾക്കാരൊക്കെ പറയുന്നത്. എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ. പക്ഷേ ഇതിങ്ങനെ വെച്ച് പോയാൽ നടക്കില്ല. നിങ്ങൾ വരാതെ ഇവിടുന്ന് പോകുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരെ നമുക്ക് നേരിട്ട് കോൺട്രാക്ടറെ വിളിക്കിങ്ങോട്ട് വരാൻ പറയും. അങ്ങാടിപ്പുറം മേൽപ്പാലം വഴി രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും ടാങ്കർ, കണ്ടെയ്നർ ലോറികൾ അടക്കമുള്ള ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർ നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. ഈ നിയന്ത്രണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മഞ്ഞളാംകുഴി അലി MLA കളക്ടറെയും കണ്ടു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അങ്ങാടിപ്പുറത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധ റാലിയും ധർണയും ആഗസ്റ്റ് 13 ബുധനാഴ്ച.
ഏകോപന സമിതി, പെരിന്തൽമണ്ണ, മങ്കട മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് സമരം സംഘടിപ്പിക്കുന്നത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും ദുരിതത്തിലാക്കിയ സാഹചര്യത്തിലാണ് സമരമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അങ്ങാടിപ്പുറത്ത് രൂക്ഷമായി ബാധിച്ച ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട വ്യാപാരികൾ ബുധനാഴ്ച പ്രതിഷേധ റാലിയും ധർണയും നടത്തും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പെരിന്തൽമണ്ണ, മങ്കട മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമരം. ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് സമരത്തിന്റെ മുഖ്യ ആവശ്യമെന്ന് സമരസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, അവിടെ അങ്ങാടിപ്പുറം ഗതാഗതക്കുരുക്ക് ഇന്നലെയും തുടങ്ങിയതല്ല. ഏകദേശം 10-15 വർഷങ്ങളായി അവിടെ 2 പ്രപ്പോസലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ മിനി മേൽപ്പാലവും അതോടൊപ്പം തന്നെ ഈ അങ്ങാടിപ്പുറം നഗരവും പെരിന്തൽമണ്ണ നഗരവും ശാശ്വതമായി ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ്. പക്ഷെ നിർഭാഗ്യവശാല് രാഷ്ട്രീയ പാർട്ടികൾ ഇടതാണെങ്കിലും വലതാണെങ്കിലും പരസ്പരം പഴിചാരി ഈ ഭാഗത്തുള്ള പൊതുജനങ്ങളെയും വ്യാപാരികളെയൊക്കെ അനുദിനം ഈ കുരുക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരത്തിലേക്കൊക്കെ ഇപ്പോൾ ഒരാൾക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഒരു സൂചനാ സമരം എന്നുള്ള നിലക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പെരിന്തൽമണ്ണയും മങ്കട മണ്ഡലത്തിലെയും വ്യാപാരികൾ പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ മാർച്ചും അതോടുള്ള ധർണാ സമരവും ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുത്ത വൈലോങ്ങര ഒരാടംപാലം ബൈപ്പാസ് റോഡും യാഥാർത്ഥ്യമാക്കണം. ഏഴുകണ്ണി ചാത്തോലിക്കുണ്ടിൽ റെയിൽവേ അണ്ടർപാസ് നിർമ്മിക്കണം. ദേശീയപാതയിൽ ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണം എന്നീ ആവശ്യങ്ങളും ഉയർത്തിയാണ് വ്യാപാരികൾ സമരം നടത്തുന്നത്. രാഷ്ട്രീയ വടംവലി കാരണമാണ് ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി നീണ്ടുപോകുന്നതെന്ന് സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറി മാറി ഭരിച്ച ഇരു ഗവൺമെന്റ് ഇതിന് വേണ്ട രീതിയിൽ പരിഗണന നൽകിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറഞ്ഞതുപോലെ വളരെ വലിയ വികസന പ്രവർത്തനങ്ങളും കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവാക്കിക്കൊണ്ട് വലിയ പദ്ധതികളൊക്കെ കാണുമ്പോൾ ഈ റോഡ് വഴി സഞ്ചരിക്കാത്ത ഒരു നേതാക്കളും ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണോ ഇതിനെ മുഖം തിരിഞ്ഞുകൊണ്ട് ഇതിന് പരസ്പരം പഴിചാരിക്കൊണ്ട് ഞങ്ങളാകുമ്പോൾ ഇങ്ങനെയായിരുന്നു, മറ്റുള്ളവർ ഞങ്ങൾ വെച്ച് ഇതിന് തീരുമാനം ഇങ്ങനെയായിട്ടുണ്ട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞുകൊണ്ട് ഒരു വേണ്ട വികസന പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ പ്രയാസമുണ്ട്. പറഞ്ഞു മാനത്തുമംഗലം ഒരാടംപാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക. ഇത് നമുക്കറിയാം, മാറി വന്ന ഗവൺമെന്റുകളൊക്കെ നിലവിലുള്ള ഗവൺമെന്റും അതിനത്രമാത്രം പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ അവസാന ഘട്ടത്തിലെങ്കിലും അതിനൊരു പ്രഖ്യാപനം നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ആദ്യമായിട്ട് ആവശ്യപ്പെടാറ്. രണ്ടാമതായി നമ്മൾ ഈ അങ്ങാടിപ്പുറത്ത് നടക്കുന്ന കുരുക്കിന് ഏറ്റവും വലിയൊരു ഉപകാരം ഉണ്ടാകുന്നതാണ് വൈലോങ്ങര ഒരാടംപാലം ബൈപ്പാസ്. ഇപ്പോൾ നമ്മുടെ നാട്ടില് സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടുകൾ കിട്ടലാണ് വലിയ ഒരു കേസ്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഫണ്ട് പാസ്സായി കളക്ടറിലെത്തി. ഇനി അക്വസേഷന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. 33 കുടുംബങ്ങളാണ് ആകെയുള്ളത്. പക്ഷെ അതിൽ ഒരാൾ തലതിരിഞ്ഞാൽ ഇനിയും അത് നിയമക്കുരുക്കിൽ പോയിരുന്നു. അതിനൊക്കെ അടിസ്ഥാന കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള വടംവലികൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടും. എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ച അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ മുന്നണികൾ രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കണമെന്ന് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു, ജില്ലാ സെക്രട്ടറി അക്രം ചുണ്ടയിൽ, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം, മങ്കട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട്, പെരിന്തൽമണ്ണ മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ, മങ്കട മണ്ഡലം ട്രഷറർ ഗഫൂർ, അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ ജൂബിലി, പെരിന്തൽമണ്ണ യൂണിറ്റ് ട്രഷറർ ലത്തീഫ് ടാലന്റ്, ജോയിന്റ് സെക്രട്ടറി PP സൈദലവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 44 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ നവീകരണം പൂർത്തിയാക്കിയ പ്ലാക്കാട്ടുകുളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പല സ്ഥലത്തും ജലജീവൻ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 40% തൊട്ട് 60% വരെ വാട്ടർ കവറേജ് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് മൈക്രോ സ്കീംസ്, ചെറിയ ചെറിയ പദ്ധതിയിലൂടെ വെള്ളമെടുത്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ കാരണം അവിടെ വെള്ളത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വെള്ളത്തിന് ആവശ്യമില്ല. പഴയ കാലത്താണ് ഒരു വീടിനൊരു കിണർ വെച്ചുണ്ട്. ഇപ്പോൾ ഒരു വീടിന് 2 വണ്ടി ഒരു ബൈക്കുണ്ട്.
വന്ന വ്യത്യാസം. വെള്ളം കുറവുണ്ടെങ്കിലും വണ്ടികൾക്ക് കുറവില്ലല്ലോ. അപ്പം ആ നിലയിൽ വന്ന മാറ്റങ്ങളെല്ലാം ദർശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പദ്ധതി കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിൽ ഗ്രാമീണ കുടിവെള്ളം കിട്ടിയിരുന്ന പഞ്ചായത്തുകളിലെ വീടുകളുടെ എണ്ണം 17 ലക്ഷമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2023-2024 ബജറ്റിലെ 1 കോടി രൂപയും അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ 19 ലക്ഷം രൂപയും വകയിരുത്തിയാണ് കാടുമൂടിക്കിടന്നിരുന്ന കുളം നവീകരിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ, MICC സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ PS കോശി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ C അബ്ദുൽ ഖാദർ, അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിത, സ്ഥിരം സമിതി അധ്യക്ഷരായ CP വനജ, CP ശശി, K റഫീഖ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അസീന, AP ശൈലജ, പഞ്ചായത്ത് സെക്രട്ടറി നിഷ മനോജ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിജു, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ആൽത്തറ ജംഗ്ഷനിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ 1.5 ലിറ്റർ മദ്യം പിടികൂടി. ഓട്ടോറിക്ഷയിൽ അനധികൃതമായി കൊണ്ടുപോവുകയായിരുന്ന മദ്യമാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മണ്ണാർക്കാട് പയ്യനടം വാക്കത്തൊടി മുഹമ്മദ്, പയ്യനടം മാറാമ്പറ്റ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. രതീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. മണ്ണാർക്കാട് SIയുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. സംശയം തോന്നിയ പോലീസ് ഓട്ടോറിക്ഷയിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് മദ്യക്കുപ്പികൾ കണ്ടെത്തിയത്. കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര കർഷക സംഘം മണ്ണാർക്കാട് കൃഷി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കർഷകരെ നിരന്തരം കടക്കടിയിലേക്ക് തള്ളിവിടുന്ന നയമാണ് ഇരു സർക്കാരുകളും സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. കൊണ്ടോട്ടിയിൽ സ്വകാര്യ ബസ് കത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ധർണയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുക, കൃഷി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുക, നെല്ലുവില കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കർഷകർ സ്വയം ഒരുക്കിത്തീരുന്ന സ്ഥിതിയിലാണ് കഴിയുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത ലീഗ് സംസ്ഥാന സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള പറഞ്ഞു. കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കണം. ന്യായവില ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, ന്യായമായ അവകാശങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കിപ്പിക്കണം. അതിന് കർഷകർക്ക് പൊതുജന പിന്തുണ നൽകണമെന്നും കളത്തിൽ പറഞ്ഞു. കേരളത്തിലെ കർഷകർക്ക് ഈ സംഘടനയല്ല എന്നും മറ്റാരുമില്ല. എല്ലാ കർഷക സംഘടനകളും സമരം നിർത്തിയിരിക്കുന്നു. കർഷക സംഘടനകൾ സമരം നിർത്തുക മാത്രമല്ല, കർഷകരുടെ ഒരു പ്രക്ഷോഭം ഇല്ലാതാക്കിയിരിക്കുന്നു. പക്ഷേ കേരള സംസ്ഥാന കർഷക സംഘം അതിൻ്റെ ഭാഗമായി ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ഈ ജനവിഭാഗത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. എന്താണ് കർഷകന്റെ പ്രശ്നം? കർഷകൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നട്ടല്ല. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ജയ് ജവാൻ ജയ് കിസാൻ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മുടെ രാജ്യത്ത് നൽകിയ മുദ്രാവാക്യമാണ്. ആ കൃഷിക്കാരൻ ഇന്ന് സ്വയം ഉരുകിത്തീരുന്നു, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയെത്തിയിരിക്കുന്നു. കൃഷിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവരാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എത്ര തന്നെ വില കൊടുത്താലും ആ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലുതല്ല. അതുകൊണ്ട് കൃഷിക്കാർക്ക് ന്യായമായ രീതിയിൽ അവൻ്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. എന്താണ് കൃഷിക്കാരൻ്റെ പ്രശ്നം? കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണം. ആ വിലയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ആ വില കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ന്യായമായതൊരൊറ്റ വിലയും കിട്ടുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നുവെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. കൊണ്ടോട്ടിയിൽ സ്വകാര്യ ബസ് കത്തുന്നതിന് മുൻപ് ഒരു പാർട്ടിയുടെ നേതാവ് ബസ് അപകടത്തിൽപ്പെടുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഈ സാഹചര്യം ഉൾപ്പെടെ സമഗ്ര അന്വേഷണം വേണമെന്നും റഷീദ് ആലായൻ പറഞ്ഞു. ഇന്നലെ കുണ്ടോട്ടിയിൽ നിന്ന് വന്നൊരു വാർത്ത എന്താണ്? മണ്ണാർക്കാടിലൂടെ ബസ് സർവീസ് നടത്തുന്ന ഒരു ബസ്, ആ ബസ് കത്തിയത്രേ. ആ ബസ് കത്തിയപ്പോ ബസിന്റെ ഉടമസ്ഥൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങൾ പറയുന്ന കക്ഷി വേറെ, രാഷ്ട്രീയം വേറെ, ആളുകളുടെ ഉപജീവനമാർഗമാണ്. ഞങ്ങളൊക്കെ കൃത്യമായി പരമാവധി എതിർക്കുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ, ആ വ്യക്തി പറയുന്നത് ഈ ബസ്സിനെതിരെ
ഇതിനു മുമ്പ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഈ ബസ്സിനെതിരെ അപകടമുണ്ടാകുമെന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട്, സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഇവരുടെ കടമത്സരം, ഇടതുമുന്നണിയുടെ കടമത്സരം, CPM-ന്റെ ഉള്ളിലെ പോര്, പാവപ്പെട്ട ജനങ്ങൾ യാത്ര ചെയ്യുന്ന ബസ് വരെ അപകടത്തിലാക്കുമ്പോ ഇവരുടെ വിഭാഗീയത ഞങ്ങൾക്കതിൽ താല്പര്യമേ ഇല്ല. പക്ഷേ ഒരു നാടിന്റെ സ്വൈരജീവിതം നശിക്കുന്നിടത്ത്, ഒരു നാടിന്റെ സ്വൈരജീവിതം നഷ്ടപ്പെടുത്തുന്നിടത്ത് എത്തിയില്ലേ? എന്നിട്ട് ഭരിക്കുന്ന കക്ഷിയിലെ ആളുകൾ പറയുന്നത് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ നേതാവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാരാ പറയുന്നത്? ബസ് സർവീസ് നടത്തുന്നത്. മണ്ഡലം പ്രസിഡന്റ് P. മൊയ്തീൻ അരിയൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MPA ബക്കർ, പൊൻപാറ കോയക്കുട്ടി, നിസാമുദ്ദീൻ പൊന്നങ്കോട്, മുഹമ്മദ് അലി ബുസ്താനി, വൈശിൻ മുഹമ്മദ്, അബു എന്നിവർ പ്രസംഗിച്ചു. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊപ്പത്തും കർഷക ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്ക് എതിരെയാണ് സ്വതന്ത്ര കർഷക സംഘം പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം കൃഷിഭവന് മുന്നിൽ ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലത്തും രാജ്യത്തിന്റെ അഭിമാനം കാത്തു രക്ഷിക്കുന്ന നഷ്ടം സഹിക്കേണ്ടത് കർഷകരാണ് എന്നത് ഒരു പരിധി വരെ ആർക്കും സഹിക്കാവുന്നത്. പക്ഷെ അതിനപ്പുറം പോകുമ്പോൾ ഏത് വിഭാഗത്തിലാണെങ്കിലും അത് സഹിക്കുവാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും കേരള സംസ്ഥാനത്താണെങ്കിലും കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒന്നാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമി തരം മാറ്റലിന് സർക്കാർ വാങ്ങിയെടുത്തുള്ള പണം ഏതാണ്ട് 1600 കോടിയിലേറെ രൂപയാണ്. അതിൻ്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും ഈ കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സ്വതന്ത്ര കർഷക സംഘം നിയോജകമണ്ഡലം പ്രസിഡന്റ് KV ഷംസുദ്ദീൻ അധ്യക്ഷനായി. അഷ്റഫ് കരിങ്ങനാട്, VM മുഹമ്മദ് അലി, മുസ്തഫ മാസ്റ്റർ, ഇസ്മായിൽ വിളയൂർ, സെയ്താലി, കുഞ്ഞാപ്പൂ വിളയൂർ തുടങ്ങിയവർ പങ്കെടുത്തു. യുവാവിനെ കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. മണ്ണാർക്കാട് ചങ്ങലേരി കുറ്റിക്കോടൻ ഫാസിലിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് മുണ്ടൂർ നാമ്പുള്ളിപ്പര പഞ്ഞമല മുഹമ്മദ് അബ്ബാസിന്റെ പരാതിയിലാണ് അറസ്റ്റ്. വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് മണലടിയിൽ നിന്ന് മീൻ വാങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ പ്രതി കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ്. മുൻവൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഫാസിൽ നിലവിൽ മണലടിയിലാണ് താമസിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മാർക്കറ്റിങ്ങിനകത്താണ് ഇന്ന് സിനിമയുടെ വിജയമെന്നും സിനിമകൾക്ക് പേരിടാൻ പോലും പേടിക്കേണ്ട കാലഘട്ടമാണിതെന്നും നടൻ TG രവി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സിനിമാ സെമിനാറും ഷാജി N കരുൺ അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TG രവി. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സിനിമയുടെ പിറവി എന്ന പേരിൽ സിനിമാ സെമിനാറും ഷാജി N കരുൺ അനുസ്മരണവും കോലാഹലം സിനിമാ പ്രവർത്തകർക്കുള്ള ആദരവും സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി സിനിമാ താരം TG രവി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ മുന്നിൽ കണ്ട് എടുക്കുന്ന സിനിമകളേക്കാൾ കോടികൾ ചെലവഴിച്ച നിലവാരമില്ലാത്ത സിനിമകൾക്ക് അവാർഡ് നൽകുന്ന കാലഘട്ടമാണിതെന്നും TG രവി സൂചിപ്പിച്ചു. ഒരു മണിക്ക് ഇറങ്ങുന്ന ഒരു പടം ഇതില് ബാലയുടെ വിഷയം, ബാലയിലെ രാമരാജ്യത്തിൽ രാമനായിട്ട് അഭിനയിക്കുന്ന ആള് ആ നാടകത്തിന്റെ അടുത്ത് മുസ്ലിമാണ്. അത് പറ്റില്ല എന്നുള്ള വിഷയം, അതാണ് ഈ കാലത്തെ വിഷയം. അത് തന്നെയാണ് ആ സിനിമ. ആ സിനിമയിൽ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. പല സ്ഥലത്തും തിയേറ്റർ ചോദിച്ചപ്പോൾ തിയേറ്റർ പടം ഓടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന്റെ കോലാഹലത്തിന് അത്രയും കോലാഹലം ഉണ്ടായിട്ടില്ല. ആ പടം കുറച്ച് ഓടി നിൽക്കുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ ടീമിന്റെ റഷീദിന്റെ ഒന്നാമത്തെ ടീമാണ്, നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മാനാടനൊക്കെ ചെയ്യുന്നത് മോഹമുള്ള കുട്ടികളാണ്. KM വാസുദേവൻ അധ്യക്ഷനായി. ഷാജി N കരുൺ അനുസ്മരണം TR അജയൻ നിർവഹിച്ചു. കോലാഹലം പ്രവർത്തകരെ പുകസ ജില്ലാ പ്രസിഡന്റ് EP ചിത്രഭാനു ആദരിച്ചു.
ടി കെ നാരായണദാസ്, എം ആർ സുനിൽ, കെ രവീന്ദ്രൻ, നടരാജൻ പട്ടാമ്പി, ബീന ആർ ചന്ദ്രൻ, പ്രൊഫസർ സി പി ചിത്ര, പി ടി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. മസ്റ്ററിംഗ് പ്രക്രിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു. ഓരോ ദിവസവും തൊഴിൽ ആരംഭിക്കുന്നതിന് മുമ്പും അന്നത്തെ പണി കഴിഞ്ഞ് വൈകിട്ടും ഫോട്ടോയെടുത്ത് തൊഴിലുറപ്പ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇത് പ്രയാസമാണെന്ന് കാണിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ നജീബ് കാന്തപുരം MLAക്ക് നിവേദനം നൽകി. പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് MLA പറഞ്ഞു. തൊഴിലെടുക്കുന്ന എല്ലാ ദിവസവും തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് ഫോട്ടോയെടുത്ത് അപ്ലോഡ് ചെയ്യണം. വൈകിട്ട് പണി തീർന്നാലും ഫോട്ടോയെടുത്ത് അയക്കണം. ഈ NMMS പ്രക്രിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തലവേദനയാണ്. പല ദിവസങ്ങളിലും മസ്റ്ററിംഗ് കഴിഞ്ഞ് നടന്നാണ് തൊഴിൽ സ്ഥലങ്ങളിലെത്തുന്നത്. ഫോട്ടോ സൈറ്റിൽ കയറിയില്ലെങ്കിൽ അന്നെടുത്ത പ്രവൃത്തി കണക്കാക്കാത്ത സ്ഥിതിയുമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒന്നടങ്കം ബാധിക്കുന്ന NMMS ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം MLAക്ക് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിവേദനം നൽകി. തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾക്ക് NMMS ഇവിടുന്ന് ചെയ്തിട്ട് 1 കിലോമീറ്ററൊക്കെ അവിടെ പോയിട്ട് വേണം ജോലി എടുക്കുക. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് എടുക്കണം. അപ്പോൾ ഈ NMMS ഒരു നേരം ആക്കി തന്നാൽ ഞങ്ങൾക്ക് നന്നായിരുന്നു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് അത് 1000 പണിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചാളാകുമ്പോൾ കുറേ ഉണ്ടാവുക പണിയെടുക്കാൻ. അപ്പം അത് കാരണം ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെ തന്നെ വന്നിട്ട് ഫോട്ടോ എടുക്കണം. NMMS ചെയ്യണം 2 നേരം. അത് വയ്യാത്തവരൊക്കെ ഉണ്ടാവും, നടക്കാൻ വയ്യാത്തവരൊക്കെ. അപ്പം അത് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒഴിവാക്കി തന്നാൽ നന്നായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളായ പത്മാവതി ആലിപ്പറമ്പ്, ശാന്ത ആലിപ്പറമ്പ്, OIOP മൂവ്മെൻറ്റ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അബ്ദു കുന്നപ്പള്ളി, സെക്രട്ടറി മുഹമ്മദ് വെട്ടത്തൂർ, ഖാദർ ഹാജി പൊന്നേത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന നടപടിയാണെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നം പലപ്പോഴും സർക്കാരിൻ്റെ പ്രയോറിറ്റിയിലേ വരുന്നില്ല എന്നുള്ളത് ഞങ്ങളൊക്കെ നിയമസഭയിൽ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ കാര്യം, ആശാവർക്കർമാരാകട്ടെ, അംഗൻവാടി ടീച്ചർമാരാകട്ടെ, ഹെൽപ്പർമാരാകട്ടെ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലാളി പ്രസ്ഥാനം അധികാരത്തിലിരിക്കുന്ന സമയത്ത് പോലും അവരോട് ആവശ്യമായ തരത്തിൽ പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല എന്ന വിഷയം നിയമസഭയിൽ കഴിഞ്ഞ പലതവണ ഞാൻ തന്നെ കൊണ്ടുവന്ന പല അടിയന്തര പ്രമേയം ഉൾപ്പെടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഏറ്റവും വലിയ ദുരിതം, ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും അവരെ അപമതിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞ് അവരെപ്പോഴും അവർക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അവരെന്താണ് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം? ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാണ്. അപ്പോൾ ആ ജോലി ചെയ്യുമ്പോൾ അവരൊരു സ്ഥലത്ത് നിന്ന് അവർ മസ്റ്ററിങ് നടത്തിയതിന് ശേഷം അവർ ജോലിയിൽ പ്രവേശിച്ചു എന്ന് ഓൺലൈനായിട്ട് ചെയ്തതിന് ശേഷം ആ വർക്ക് അവിടെ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോയി അവരെത്തുന്നത് ഒരു 9 മണിക്ക് മസ്റ്ററിങ് കഴിഞ്ഞിട്ട് അവരെത്തുന്നത് ചിലപ്പോൾ 11 മണിക്ക്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം സൗകര്യങ്ങൾ, ഈ സാങ്കേതിക മികവെല്ലാം നേടിയ ഒരു കാലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ പൊട്ടത്തരം ചെയ്യുന്നത്? അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാക്കണം. തീർച്ചയായിട്ടും ഇക്കാര്യം അവർക്ക് വേണ്ടി നിയമസഭയിൽ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാവും. പെൻഷൻ സാർവത്രികമായി ഏകീകരിച്ച് 60 കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം MLAക്ക് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റ് എന്ന സംഘടന നിവേദനം നൽകി. OIOP മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് MLAക്ക് നിവേദനം നൽകിയത്. എല്ലാ പെൻഷൻ സമ്പ്രദായങ്ങളും നിർത്തലാക്കി 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും 10,000 രൂപ പെൻഷൻ അനുവദിക്കണമെന്നാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റ് സംഘടനയുടെ ആവശ്യം. പെൻഷൻ ഏകീകരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും തുല്യ പെൻഷൻ അനുവദിച്ച് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി നടപ്പിലാക്കുവാൻ നടപടി സ്വീകരിക്കണം. ഇത് നടപ്പാക്കിയാൽ ഒരു വിഭാഗത്തിന് മാത്രം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാനാകും. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയരുകയും സർക്കാരിൻ്റെ നികുതി വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമാണ് OIOP പെൻഷൻ സാമ്പത്തികമായി ഏകീകരിച്ച വാദം. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും 10,000 രൂപ പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഴുവൻ MLAമാർക്കും വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റ് നിവേദനം നൽകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി നജീബ് കാന്തപുരം MLAക്കും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. നിലവിലെ പെൻഷൻ സമ്പ്രദായം ഇല്ലാതാക്കാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് MLA പറഞ്ഞു. എന്നാലും OIOP സംഘടന ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്.
പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഏറ്റവും പ്രയാസപ്പെടുന്ന വാർദ്ധക്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒറ്റപ്പെടലിൻ്റെ, വ്യഥകളുടെ, സങ്കടങ്ങളുടെ, മാറ്റി നിർത്തപ്പെടലുകളുടെ, വരുമാനമില്ലായ്മയുടെ, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ എല്ലാം പ്രശ്നമാണ്. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു പെൻഷൻ ഏകീകരിച്ച് നടപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുകയാണ്. അപ്പോൾ അതിന് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ പലതും ഉണ്ടാകും. നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് അത് പെൻഷൻ കുറക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമാവില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ 10,000-ലേക്ക് ഉയർത്തേണ്ട ഒരു ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷനുള്ള പണപ്പെരുപ്പമുള്ള ഒരു കാലമാണ്. അപ്പോൾ അനുകൂലമായി നമുക്കിത്തരം 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നമുക്ക് ഏത് തരത്തിലാണ് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ പിന്തുണയായ പെൻഷൻ കൂട്ടാൻ സംവിധാനം ഉണ്ടാക്കുക എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു ചർച്ച നടക്കണം. ജനപ്രതിനിധികൾ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി ഏറ്റെടുക്കണം. നിയമസഭയിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിന് വേണ്ടി നിലകൊള്ളാൻ ഞാൻ ഉണ്ടാകും എന്ന് OIOP മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റഷീദ് കരുവാരക്കുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം ഖാദർ ഹാജി പൊന്നേത്ത്, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അബ്ദു കുന്നപ്പള്ളി, സെക്രട്ടറി മുഹമ്മദ് വട്ടത്തൂർ, CT അലി ടിയൻപുരം, ആരിസ് അമിനിക്കാട്, മജീദ് താഴേക്കോട്, മുഹമ്മദ് പൊന്നേത്ത്, പത്മാവതി ആലിപ്പറമ്പ്, ശാന്ത ആലിപ്പറമ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. സംഘടന താല്പര്യപ്പെടുന്നത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷനായിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പെരിന്തൽമണ്ണ മണ്ഡലം നജീബ് കാന്തപുരവുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് നമ്മൾ നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞങ്ങൾ പലർക്കും ഈ MLA-മാർക്കും ഒക്കെ ഈ നിവേദനം കൊടുക്കുകയുണ്ടായി. പക്ഷേ പലരും അതിനോട് വിമുഖത കാട്ടുന്നൊരു സ്വഭാവമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകെ നടപ്പാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ നമ്മുടെ ഈ ഉദ്ദേശം അതുപോലെ തന്നെ എല്ലാ MLA-മാർക്കും നമ്മൾ കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത് തുടക്കത്തിലേ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ പ്രവർത്തനം അത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ് എല്ലാ ആൾക്കാർക്കും 10,000 രൂപ പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ പല ആൾക്കാരെയും നമ്മൾ സമീപിച്ചെങ്കിലും നമ്മുടെ ഈ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം സാറിനാണ് ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഈ നിവേദനം. അപ്പോൾ അത് അദ്ദേഹം നമ്മളോട് വാക്ക് പാലിച്ചിട്ടുണ്ട്, വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയായാലും ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതാണ് എന്നുള്ളത്. ഹലോ, ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സായവർക്ക് എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ, എല്ലാവർക്കും നിരുപാധികം എല്ലാവർക്കും പെൻഷൻ ആണെന്നത് നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നത്. വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ആദർശം അതാണ്. അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് MLA-മാരൊക്കെ പോയി കണ്ടിരുന്നു. പക്ഷേ ഇന്നേ വരെ ഇതേമാതിരി പ്രതികരണം കാന്തപുരം നജീബ് സാഹിബിനുമായൊരു പ്രതികരണം അല്ല വന്നിരുന്നത്. ആരും ചെയ്യാമെന്ന് പറയും പോകുന്നല്ലാതെ. അപ്പോൾ ഇന്ന് വിശദമായിട്ട് കാന്തപുരം MLA സംസാരിച്ചു. അയാളത് 2-3 പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം അത് ഭംഗിയായി സംസാരിച്ച് അത് നിയമസഭയിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമായി. ഇങ്ങനൊരു MLA വേറെ ആരും ഇങ്ങനെ പ്രതികരണം നമുക്ക് ഇതിൻ്റെ മുമ്പ് കിട്ടിയില്ല. 5 വർഷം 6 വർഷമായി ഓരോ MLA-മാർക്ക് ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് പെരുന്തൽമണ്ണ വെച്ചിട്ട് കാന്തപുരം നജീബ് സാഹിബിനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിട്ടത് നിയമസഭയിൽ അവതരിപ്പിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. നിർത്തലാക്കിയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കാനുള്ള സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണം. 2 വർഷം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ച് ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കണം. വിലക്കയറ്റത്തിന് അടിസ്ഥാനപരമായ ഡീസൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST-യിൽ ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണം. ശിശു വനിതാ സംരക്ഷണം ഉറപ്പുവരുത്തണം. വനമേഖലയിൽ വിസ്തീർണം കൂട്ടുന്നതിൻ്റെ ഭാഗമായി ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടുന്നതിന് കാർഷിക പാക്കേജ് നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് MLA-ക്ക് നിവേദനം നൽകിയത്. സർവീസ് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ സർക്കാരിനെ സേവിച്ച സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് യഥാസമയങ്ങളിൽ നൽകാതെ വാർദ്ധക്യകാലത്ത് അവരെ ദുരിതത്തിലാക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും VT ബൽറാം പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളത് സർക്കാരിന് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയും പതിറ്റാണ്ടുകൾ സേവനം നടത്തി
അവസാന വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾ പെൻഷൻകാരോടാണ് എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതിൻ്റെ ഭാഗമായി അതിനെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മുടെ സംഘടനയ്ക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. 18% കുടിശ്ശികയായിരുന്നു നിങ്ങളുടെ DA, ഇപ്പോഴും അത് 20ആയി. പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും കൂടി നൽകാൻ ബാക്കിയുള്ള ആനുകൂല്യങ്ങളുടെ ഒരു വലുപ്പം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അത് കണക്കുകൂട്ടി പറഞ്ഞത് ഏതാണ്ട് 60,000 കോടിയാണ് കേരളത്തിൽ നിന്ന്. 60,000-ഓളം കോടി രൂപയുടെ കുടിശ്ശികയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് ഈ സർക്കാർ 9 വർഷം കൊണ്ട് ബാക്കി വെച്ചിരിക്കുന്നത്. ഈ വർഷം സംഘടനയിൽ ചേർന്ന പുതിയ അംഗങ്ങളെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രസിഡന്റ് KP മോഹൻകുമാർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, VD മണികണ്ഠൻ, P മോഹനൻ, A ജ്ഞാനാംബിക, S മായ, ഓമന ഉണ്ണി, U കുഞ്ഞായ്മു, PT തങ്കവേലു, K ശിവദാസൻ, KV രാമചന്ദ്രൻ, VK വാസുദേവൻ, UP രഘുരാജൻ, AK ഗീത, K രാജശ്രീ, VP രാധാകൃഷ്ണൻ, GK ബാബു നാരായണൻ എന്നിവർ സംസാരിച്ചു. ശോച്യാവസ്ഥയിലായിരുന്ന കെട്ടിടത്തിൽ നിന്ന് ഒറ്റപ്പാലം കുടുംബ കോടതി നഗരത്തിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. തോട്ടക്കരയിലെ പഴയ വാടക കെട്ടിടത്തിൽ നിന്നാണ് കുടുംബ കോടതി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. BM സ്കൂളിന് എതിർവശത്തെ കെട്ടിടത്തിലാണ് ഇനി കുടുംബ കോടതി പ്രവർത്തിക്കുക. 3 നിലകളിലായാണ് പ്രവർത്തനം. 1-ാം നിലയിൽ ശിരസ്താർ ഉൾപ്പെടെയുള്ള ഓഫീസ് മുറികൾ പ്രവർത്തിക്കും. 2-ാം നിലയിലാണ് റെക്കോർഡ് മുറിയും കൗൺസിലിംഗ് കേന്ദ്രവും. 3-ാം നിലയിലാണ് ജഡ്ജിയുടെ ചേംബറും കോടതി ഹാളും ബെഞ്ച് സെക്ഷനും പ്രവർത്തിക്കുക. 2013 ഒറ്റപ്പാലത്ത് കുടുംബ കോടതി ആരംഭിച്ചത്. അന്നു മുതൽ തോട്ടക്കരയിലെ പഴയ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ദിവസവും 100ഓളം പേരെത്തുന്ന കോടതിയിൽ പലയിടത്തും ചോർച്ചയായിരുന്നു. ചുമര് പോലും കുതിർന്ന അവസ്ഥ. വയറിംഗ് കടന്നു പോകുന്ന ചുമരുകളായതിനാൽ ഷോക്കേൽക്കുമെന്ന ഭീതിയും ഉണ്ടായിരുന്നു. ശുചിമുറികളും ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോടതി കെട്ടിടം മാറ്റാൻ തീരുമാനമായത്. കണ്ണിയമ്പുറത്ത് പുതിയ കോടതി സമുച്ചയം വരുന്നതുവരെ RS റോഡിലെ വാടക കെട്ടിടത്തിലാകും കുടുംബ കോടതിയുടെ പ്രവർത്തനം. പുതിയ കെട്ടിടത്തിലേക്ക് മാറിയ കോടതി ജില്ലാ ജഡ്ജി KE സാലിഹ് ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN ബാലഗോപാൽ അധ്യക്ഷനായി. K പ്രേംകുമാർ MLA, കുടുംബ കോടതി ജഡ്ജി AF വർഗീസ്, ശിരസ്താർ P സജീഷ്, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കാപ്പ ചുമത്തിയതിൽ കരിമ്പുഴ കുലുക്കിലിയാട് കൊല്ലങ്കോട് പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CP സാദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ അന്യായമായി കാപ്പ ചുമത്തിയെന്ന് ആരോപിച്ചാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചത്. പള്ളിയിൽ നിൽക്കണം ഉസ്താദ്, ആ ഉസ്താദ് എല്ലാവരോടും ഒരേപോലെ ഇടപെടണം. കാരണം എന്താ, പള്ളിയിൽ നിൽക്കുന്ന ഉസ്താദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്മിറ്റിയിലെ തർക്കം നോക്കേണ്ട കാര്യമില്ല, അവർക്ക് നാട്ടിലെ പ്രശ്നങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവരുടെ മുമ്പിൽ വരുന്നത് അവരെല്ലാവരും ആ മഹലിന്റെ നിവാസികളാണ്. ആ മഹൽ നിവാസികളാണ് എനിക്ക് ശമ്പളം തരാനുള്ള വരിസംഖ്യ തരുന്നത്. ആ മഹൽ നിവാസികളാണ് എനിക്ക് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ അവിടെ ഉസ്താദ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് N ഹംസ അധ്യക്ഷനായി. സെക്രട്ടറി P മുഹമ്മദ് അലി, LGML ജില്ലാ വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഉമ്മർ കുന്നത്ത്, EP ബഷീർ, K സുലൈമാൻ, MP ശിഹാബ്, ഹബീബ് തങ്ങൾ, N മരക്കാർ, K ഫിർദോസ്, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, MSM മണ്ഡലം ജനറൽ സെക്രട്ടറി ജാസ് TP, സിനാൻ A എന്നിവർ സംസാരിച്ചു. ഞങ്ങൾക്കും വേണം ജോലി, ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി 15-ന് DYFI സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരത്ത് കാൽനട ജാഥ നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പ്രസിഡന്റ് KK ഗോപി ക്യാപ്റ്റനും വിദ്യ വൈസ് ക്യാപ്റ്റനും C സുജിത്ത് മാനേജറുമായ ജാഥ പുഞ്ചപ്പാടത്ത് നിന്ന് തുടങ്ങി മംഗലാക്കുന്നിൽ സമാപിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സമാപനം V പ്രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണമ്പറ്റ തോട്ടരയിൽ നടന്ന സ്വീകരണത്തിൽ പാർട്ടി ലോക്കൽ സെക്രട്ടറി MC വാസുദേവൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാകേഷ്, ബാലസുബ്രഹ്മണ്യൻ, P ശരത്, ബിനേഷ് എന്നിവർ പങ്കെടുത്തു. ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഒറ്റപ്പാലം സ്വദേശിനിക്ക് സ്വർണം. +2 വിദ്യാർത്ഥിനിയും 17-കാരിയുമായ വരോട് പള്ളിയാലിൽ വീട്ടിൽ നിമയാണ് സ്വർണം നേടിയത്. UAEയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ആർട്ടിസ്റ്റിക് പെയർ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. തൃശൂർ സ്കൂൾ ഓഫ് യോഗയിലെ സ്വാതി കൃഷ്ണയായിരുന്നു നിമയുടെ പങ്കാളി. ഇരുവരും അടുത്ത ദിവസം നാട്ടിൽ തിരിച്ചെത്തും.
കോവിഡ് ലോക്ക്ഡൌൺ കാലത്തെ നേരം പോക്കിന് തുടങ്ങിയ യോഗ പരിശീലനമാണ് നിമയെ രാജ്യാന്തര വേദിയിലെത്തിച്ചത്. പിതാവ് പിഷമീം അലിയിൽ നിന്ന് നിമ യോഗയുടെ ബാലപാഠങ്ങൾ പഠിച്ചു. പിന്നീട് തൃശൂരിലെ സ്കൂൾ ഓഫ് യോഗയിലായിരുന്നു ശാസ്ത്രീയ പഠനം. സംസ്ഥാന സ്കൂൾ ഗെയിംസുകളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നിമ 2 തവണ ചാമ്പ്യൻ പട്ടം നേടി. ദേശീയ മത്സരങ്ങളിലും മെച്ചപ്പെട്ട പ്രകടനം ആവർത്തിച്ചു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനായുള്ള യോഗ്യതാ മത്സരങ്ങളിലും മികവാർന്ന പ്രകടനം തുടർന്നതോടെ രാജ്യാന്തര വേദി എന്ന സ്വപ്നം പൂവണിഞ്ഞു. ഒറ്റപ്പാലം KPSMM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പി നിമ. ശ്രീകൃഷ്ണപുരം അമ്പാടി കനാൽ വലമ്പിലിമംഗലം റോഡിന്റെ ദുരവസ്ഥ തുടരുന്നു. പുതുതായി പണി കഴിപ്പിച്ച റോഡിലെ സൈഡിലെ കുഴികളും ഒപ്പം കാടുമൂടിക്കിടക്കുന്ന റോഡരികുകളും യാത്രക്കാരിൽ ഭീതി ഉണ്ടാക്കുന്നതാണ്. പ്രദേശവാസികൾ മുന്നിട്ടിറങ്ങി റോഡരികിലുള്ള കാടുകൾ വെട്ടിമാറ്റി. അമ്പാടി കനാൽ മുതൽ വലമ്പിലിമംഗലത്തേക്കുള്ള പ്രധാന റോഡിന്റെ അവസ്ഥയാണിത്. ഇരുവശങ്ങളിലും കാടുപിടിച്ച് ഗതാഗതത്തിനോ കാൽനടയാത്രയ്ക്കോ കഴിയാത്ത വിധത്തിൽ ഭീതി ജനിപ്പിക്കുന്ന ഇടങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് റോഡ്. കഴിഞ്ഞ വർഷങ്ങളിലും ഇത്തരത്തിൽ കാട് പിടിച്ച് ഈ വഴി പോകുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ മുന്നിട്ടിറങ്ങിയാണ് കാട് വെട്ടിത്തെളിച്ചതെന്ന് പ്രദേശവാസിയായ പി മണികണ്ഠൻ പറഞ്ഞു. ഈ വർഷവും പ്രദേശവാസികൾ മുന്നിട്ടിറങ്ങി റോഡരികിലുള്ള കാടുകൾ വെട്ടിമാറ്റി. ഇതിനു പുറമെ പുതുതായി പണി കഴിപ്പിച്ച റോഡരികുകളിലായി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ വാഹനങ്ങൾ അരികു ചേർന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീക്ക് അപകടം സംഭവിച്ചിരുന്നു. മാലിന്യങ്ങൾ വൻതോതിൽ റോഡിന് ഇരുവശങ്ങളിലുമായി നിക്ഷേപിക്കുന്നത് തടയാൻ CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും നടപ്പായിട്ടില്ല. വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ ഇനിയെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്ന് മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു. അമ്പാടി കനാൽ മുതൽ വലമ്പലിമംഗലത്തേക്ക് പ്രധാനപ്പെട്ട റോഡാണ് ഈ പറയുന്ന കനാൽ റോഡ്. അതിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കാട് വെട്ടാതെ ആളുകൾക്ക് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു വഴിയാണത്. സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, അതുപോലെ സ്കൂൾ വാഹനങ്ങൾ പോകുന്നുണ്ട്. നിരവധി ആളുകളായിട്ട് ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ട് അത് കണ്ടിട്ടും പഞ്ചായത്ത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ് പൊതുജനങ്ങളാണ് ഏറ്റെടുത്തിട്ട് ഈ കാടുകൾ വെട്ടിയത്. അപ്പോൾ അത് മാത്രമല്ലാതെ ഈ റോഡിൽ ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച ഈ റോഡിൽ കുഴി രൂപപ്പെട്ട് ഒരു സ്ത്രീ വീഴുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടായി. അവരുടെ കാല് പ്ലാസ്റ്ററിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ വേസ്റ്റ് മാലിന്യങ്ങൾ തള്ളുന്നത് നിർത്തലാക്കാൻ നിരവധി തവണ ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മൾ പരാതിപ്പെട്ടതാണ്. അതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ക്യാമറ വയ്ക്കാൻ 2 ലക്ഷം രൂപ പാസ്സാക്കിയിരുന്നെന്ന് പറയുന്നല്ലാതെ ഇതുവരേക്ക് അതിൻ്റെ ഒരു നടപടിയിലേക്കും പോയിട്ടില്ല. ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയാറായിട്ട് പോലും ആ ക്യാമറ വയ്ക്കുന്ന നടപടിയിലേക്ക് പോകാത്തത് പൊതുജനങ്ങൾക്ക് വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പൊതുജനങ്ങളാണ് ഇപ്പോൾ കൂടിയിട്ട് ഈ കാട് വെട്ടിക്കുന്ന സമീപനം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകളിലേക്ക് മടങ്ങി വരാം. വാണിജ്യ വാർത്തകൾ. നിങ്ങളുടെ കാഴ്ചകൾ ഇനി കൂടുതൽ മനോഹരമാകും. കണ്ണിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും കരുതലോടെ സംരക്ഷിക്കാൻ ബ്രാൻഡഡ് കണ്ണടകളുടെ കമനീയ ശേഖരവുമായി സ്പെറ്റ്സ് ഹബ് ചെർപ്പളശ്ശേരി മഞ്ചക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചു. MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒപ്റ്റിക്കൽ മേഖലയിൽ 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് സ്പെക്സ് ഹബ് ചെർപ്പളശ്ശേരി മഞ്ചക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, മുനിസിപ്പൽ കൗൺസിലർ VP ഷമീസ്, മാനേജ്മെന്റ് പ്രതിനിധികളായ ഷാനിഫ്, നൌഫൽ ICS തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ സന്നിഹിതരായി. ലോകോത്തര ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ഫ്രെയിമുകളും ലെൻസുകളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ മിതമായ നിരക്കിൽ ലഭ്യമാകും എന്നതാണ് സ്പെക്സ് ഹബിന്റെ സവിശേഷത. കൂടാതെ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ ട്രെൻഡി സൺഗ്ലാസുകളും ലൈറ്റ് വെയ്റ്റ് ഫ്രെയിംസും കുട്ടികൾക്കായി സ്പെഷ്യൽ കളക്ഷനും സ്പെക്സ് ഹബിൽ ഒരുക്കിയിട്ടുണ്ട്.
ഒപ്റ്റിക്കൽ മേഖലയിലെ പുത്തൻ ട്രെൻഡുകൾ ചെർപ്പളശ്ശേരിക്ക് പരിചയപ്പെടുത്താനും ഉപഭോക്താക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ കണ്ണടകൾ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുവാനുമുള്ള സംവിധാനമാണ് സ്പെക്സ് ഹബിൽ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളുടെ കണ്ണടകൾക്ക് മാത്രമായി പ്രത്യേകം സജ്ജീകരിച്ച സെക്ഷനും സ്പെക്സ് ഹബിനെ വേറിട്ടതാക്കുന്നു. കൂടാതെ സൗജന്യ കണ്ണു പരിശോധന നടത്തുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ മാത്രം ലക്ഷ്യമാക്കി കരിങ്കലത്താണിയിൽ നഫീസ സ്ക്വയർ പ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടത്തിൻ്റെ ഇരുനിലകളിലായുള്ളത് ആരോഗ്യ സംരക്ഷണം മുൻനിർത്തിയുള്ള ഫിറ്റ്നസ് സെന്റർ. നഫീസ സ്ക്വയർ നജീബ് കാന്തപുരം MLAയും 96 ഫിറ്റ്നസ് വേൾഡ് യൂണിസെക്സ് ഫിറ്റ്നസ് സെന്റർ സിനിമാ താരം അബു സലീമും ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ റോഡിൽ XP പെട്രോൾ പമ്പിന് സമീപമുള്ള നഫീസ സ്ക്വയർ മറ്റു കെട്ടിടങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഇരുനിലകളിലായുള്ള ഈ കെട്ടിടം മുഴുവൻ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഫിറ്റ്നസ് സെന്ററാണ്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നജീബ് കാന്തപുരം MLA നഫീസ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തു. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ നാടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഈ ബിൽഡിംഗ് മാറ്റിവെക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. നമുക്കൊക്കെ നാം ജീവിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഫിറ്റ്നസ് ഫസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിൽ അല്ലേ, എല്ലാവരും ഫിറ്റ് ആവേണ്ട കാലമാണ്. തീർച്ചയായിട്ടും കരിങ്കലത്താണിയെ ഫിറ്റാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ. 96 താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ, വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം VP റഷീദ്, AK നാസർ, TT മുഹമ്മദ് അലി, MT അഫ്സൽ, പൊന്നേത്ത് ഉമ്മർ, PT ഹൈദ്രസ് ഹാജി, നജീബ് പൊന്നേത്ത്, ബിൽഡിംഗ് ഓണർ ഷക്കീർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി. അഞ്ച് മണിയോടെ 96 ഫിറ്റ്നസ് വേൾഡ് യൂണിസെക്സ് ഫിറ്റ്നസ് സെന്റർ സിനിമാ താരം അബു സലീമും മിസ്റ്റർ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, മിസ്റ്റർ കേരള പോലീസ് താരം ബാസിത് അൻവറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പരിപാലനം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ്. ആ ഫിറ്റ്നസിലേക്കുള്ള ഈ കാലത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുവാനും നിങ്ങളുടെ ശരീരകാന്തി വളർത്തുവാനും യുവത നിലനിർത്തുവാനും നല്ല ആരോഗ്യമുള്ള ശരീരവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യ അഡ്മിഷൻ അബു സലീമും ബാസിത് അൻവറും ചേർന്ന് ഡോറസ്യൂട്ട് മണ്ണാർക്കാട് ഓണർ മുഹമ്മദ് റാഫി,
ബ്ലൂ ചിപ്പ് സിസ്റ്റം ആൻഡ് സർവീസ് കരിങ്കലത്താണി ഓണർ ഷെഫീഖ് എന്നിവർക്ക് കൈമാറി. സ്ത്രീകൾക്ക് വനിതാ ട്രെയിനറുടെ സേവനം സ്ഥാപനത്തിൽ ലഭ്യമാണ്. കൂടാതെ സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സ്പേസും ഒരുക്കിയിട്ടുണ്ട്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 10 മണി വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരിശീലനമുണ്ടാകും. രാവിലെ 10:30 മുതൽ വൈകുന്നേരം 4:30 വരെ ലേഡീസ് ട്രെയിനറോടുകൂടി ലേഡീസിന് മാത്രമുള്ള പരിശീലനമുണ്ടാകും. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരിശീലനമുണ്ടാകും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അംഗീകൃത ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ഏറ്റവും നൂതനമായ മെഷീനറികൾ ഒന്നിലധികം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതിനാൽ ഒരാൾക്ക് പോലും ഊഴം കാത്തു നിൽക്കണ്ട എന്നതാണ് 96 ഫിറ്റ്നസ് വേൾഡിന്റെ പ്രത്യേകത. കൃത്യമായ പരിശീലനവും ആരോഗ്യ സംരക്ഷണവും സ്ഥാപനം ഉറപ്പു നൽകുന്നു. പേഴ്സണൽ ട്രെയിനിംഗ് കൂടാതെ സൂംബ ഡാൻസ്, ആം റെസ്ലിംഗ് ട്രെയിനിംഗ്, ബോഡി പമ്പ്സ്, ബേൺ ഫാറ്റ്, ഗെയിൻ സ്ട്രെങ്ത്, ന്യൂട്രീഷൻ സൊല്യൂഷൻസ്, ഫുള്ളി ബോഡി സ്ട്രെച്ചിങ് തുടങ്ങിയ പരിശീലനങ്ങളും സ്ഥാപനം നൽകുന്നുണ്ട്. എയർ കണ്ടീഷനോട് കൂടിയതാണ് സ്ഥാപനം. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഇനിയും ജീവൻ പൊലിയരുതേ. കടലുണ്ടിപ്പുഴയുടെ കടവുകളിൽ മുങ്ങിമരണ ദുരന്ത നിവാരണ പ്രതിരോധ സാമഗ്രികൾ സ്ഥാപിച്ച് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ. പൊതുജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. കടലുണ്ടിപ്പുഴയുടെ വിവിധ കടവുകളിലായി പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണ് സ്കൂളിലെ NSS യൂണിറ്റ്. ഇതിന്റെ ഭാഗമായി പന്തല്ലൂർ വില്ലേജിലെ മുഴുവൻ കടവുകളിലും രക്ഷാപ്രവർത്തന ഉപകരണങ്ങളായ ലൈഫ് ബോയ് ട്യൂബ്, റോപ്പ് എന്നിവ സ്ഥാപിച്ചു. ഒഴുക്കിൽപ്പെടുകയോ മുങ്ങിത്താഴുകയോ ചെയ്യുമ്പോൾ പൊതുജനങ്ങൾക്ക് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ ഇതുവഴി സാധ്യമാകും. മുടിക്കോട് പള്ളിപ്പടിക്കടവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, വിദ്യാലയങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി പോരുമ്പോൾ 2 കാര്യം നേടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒന്ന്, നമ്മൾ ഇൻബേൺ ആയിട്ടുള്ള ടാലന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി പോരേണ്ടത്. അല്ലെങ്കിൽ ഉപരിപഠനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇൻബേൺ ആയിട്ടുള്ള ടാലന്റ് മനസ്സിലാക്കിയിട്ടുള്ള കോഴ്സുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള നല്ലൊരു മനുഷ്യനായി നമ്മൾ മാറിയിട്ടായിരിക്കണം വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി പോരേണ്ടത്. ഇത് വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെയാണോ ഇന്നാണോ എന്ന് എനിക്കറിയില്ല, പത്രത്തിൽ വായിച്ചപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഏകദേശം 1 വർഷം 5 ചില്ലാനും ഇതുപോലെ മുങ്ങി മരണം. സ്വാഭാവികമായിട്ടും അത് പുഴയിലായിരിക്കാം, അല്ലെങ്കിൽ കുളത്തിലായിരിക്കാം, മറ്റു നമ്മളെ എവിടെയാണോ ജലസംഭരണി ഉള്ളത് അവിടെയൊക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുന്നുണ്ട്. PTA പ്രസിഡന്റ് KP ഷാഫി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രൻ, അംഗം ജോജോ മാത്യു, പ്രിൻസിപ്പൽ പ്രദീപ് ജി നായർ, സ്കൂൾ മാനേജർ MP അബ്ദുൽ അസീസ്, പന്തല്ലൂർ വില്ലേജ് ഓഫീസർ ജലജ, PTA വൈസ് പ്രസിഡന്റ് KK നാസർ ഖാൻ, NSS പ്രോഗ്രാം ഓഫീസർ M നുജൂം, IP അയ്യപ്പൻ, ഷെരീഫ് പുഴക്കൽ, CP അബ്ദുൽ അസീസ്, P സമദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പന്തല്ലൂർ. തിരുവില്ലാമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ 11ാമത് വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ 11ാമത് വാർഷിക സമ്മേളനമാണ് നടന്നത്. ഒറ്റപ്പാലം ഹോട്ടൽ അരമനയിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. KG രാജീവ് അധ്യക്ഷനായി. VS പ്രദീപ്, വിദ്യാധരൻ, AS ബേബി, ശ്രീരാം നാരായണൻ, C അയ്യപ്പൻ, KS സുനിൽ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ബസ് മേഖല നിലനിൽക്കാൻ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് അടിയന്തരമായി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം
5 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന പ്രമേയത്തിലൂടെ സമ്മേളനം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. KG രാജീവിനെ പ്രസിഡന്റായും KS സുനിൽ റഹ്മാനെ സെക്രട്ടറിയായും ശ്രീറാം നാരായണനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ശ്രീകൃഷ്ണപുരം ലൈബ്രറി സീറ്റിന്റെ നേതൃത്വത്തിൽ റൈറ്റേഴ്സ് ലോക്കസ് എന്ന പേരിൽ കുട്ടി എഴുത്തുകാരുടെയും വായനക്കാരുടെയും സംഗമം നടന്നു. OV വിജയൻ സ്മാരക സമിതി ചെയർമാൻ TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെക്കുറിച്ച് ജസയും പ്രൊഫസർ AK സാനുവിനെക്കുറിച്ച് അൽഹയും എഴുതിയ കവിതകൾ അനുസ്മരണങ്ങളായി കുട്ടികൾ തന്നെ അവതരിപ്പിച്ചു. താളം തെറ്റിച്ചു, നോവുകൾക്കിടയിലൂടെ ഒഴുകി ഇരുട്ടിനെ മാടി വിളിച്ച് എൻ്റെ ഭീതി ഉണർത്തുന്ന പാട്ടുകൾ ഉറക്കെ പാടുന്ന എനിക്ക് താളം പകരാൻ മഴ തുള്ളിയിട്ടു. ഒടിഞ്ഞു തോന്നിയ എന്നെ താങ്ങാനായി പുഞ്ചിരി തൂകി ഒഴുകിയെത്തി കാറ്റും. നിലവിളക്കിൻ്റെ തിരുനാളമായി ഉയരുന്ന സംഗീതത്തിൽ കയക്കുന്ന വരികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുപ്പിക്കളയുക. എൻ്റെ ഉള്ളിലെ സംഗീതം വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന കാട്ടുമൃഗങ്ങളെ കേൾക്കുക, ഞാൻ പാടിയ ജീവിതഗാനങ്ങൾ ഓർക്കുക, ഒഴുകുന്ന സംഗീതമാണ് ഞാൻ. ഒരു കുട്ടിയുടെ മാടത്തിൽ പൂക്കൾ വിടർന്നിരുന്നു, ഇലകൾ കലപിലാ ചിലച്ചിരുന്നു, അവിടെ മഴ പെയ്തിരുന്നു. ആ കുട്ടി ചിത്രം വരച്ചിരുന്നു, ചേർത്തു പിടിച്ച കൈകൾ, എന്നും ഒഴിഞ്ഞിരിക്കുന്ന ചോറ്റുപാത്രം, അങ്ങനെ അങ്ങനെ. ആ കുട്ടി ചിത്രം വരച്ചിരുന്നു, ചേർത്തു പിടിച്ച കൈകൾ, എന്നും ഒഴിഞ്ഞിരിക്കുന്ന ഒരു ചോറ്റുപാത്രം, അങ്ങനെ അങ്ങനെ. മറുവശത്ത് ചില്ലിൻ്റെ ഏറുമാടത്തിൽ ഒരു കുട്ടി പാർത്തിരുന്നു, മെറ്റയും ജമിനിയും അവിടെ പൂക്കളം നിർത്തിരുന്നു. മറുവശത്ത് ചില്ലിൻ്റെ ഏറുമാടത്തിൽ ഒരു കുട്ടി പാർത്തിരുന്നു, മെറ്റയും ജമിനിയും അവിടെ പൂക്കളം നിർത്തിരുന്നു. അൽഹസീൻ, നിവേദിത MG, ശിവാനി CA, അമേയ കൃഷ്ണ PK, മിൻഹ S, സിജേഷ് KG, ശ്രീലക്ഷ്മി KH, ഷബ്ന ഷെറിൻ, ഹർഷിത S, നവിക T, ഉഷ രവീന്ദ്രനാഥ്, മുസ്തഫ നെല്ലായ എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. ഫാത്തിമ നസ്രീൻ, അനഘ EM, മേഘ M എന്നിവർ പുസ്തക പരിചയം നടത്തി. ഭാഷാ സെമിനാർ വിജയി ദേവശ്രീക്കും ബഷീർ സാഹിത്യ ക്വിസ് വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം പ്രദേശത്തെ 11 വായനശാലകൾക്കും ചെർപ്പളശ്ശേരി ഉപജില്ലയിലെ 27 സ്കൂൾ ലൈബ്രറികൾക്കും ഋതു ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ എഴുത്തുകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി സമ്മാനിച്ചു. PM നാരായണൻ പരിപാടികൾ ഏകോപിപ്പിച്ചു. സെക്രട്ടറി AP കേലു, K രാമദാസൻ, രാജു കരിമ്പുഴ, V ഗോപാലകൃഷ്ണൻ, ഹരിദാസൻ, P വിദ്യ, C സുരേഷ്, T മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഒറ്റപ്പാലം താലൂക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. RSS ഒറ്റപ്പാലം സംഘചാലക് NP ദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് വൈസ് പ്രസിഡന്റ് MB സോമനാഥ് അധ്യക്ഷനായി. താലൂക്ക് ജനറൽ സെക്രട്ടറി K മണികണ്ഠൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ M അച്യുതൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി AK മുരളീധരൻ, സൈന്യ മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് ജയ അച്യുതൻ, താലൂക്ക് പ്രസിഡന്റ് റീന വിനോദ്, പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് കൃഷ്ണപ്രകാശ്, രക്ഷാധികാരി NP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ സംഘചാലക് NP പ്രകാശ് രക്ഷാബന്ധൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം സബ് കളക്ടറായി ചാർജെടുത്ത അഞ്ജിത് സിംഗ് IASനെ സന്ദർശിച്ച് രക്ഷാബന്ധൻ രാഖി അണിയിച്ചു. പുതിയ പ്രസിഡന്റായി വിനോദ് കല്ലിങ്കലിനെയും ജനറൽ സെക്രട്ടറിയായി മണികണ്ഠനെയും ട്രഷററായി B മോഹൻദാസിനെയും സൈന്യ മാതൃശക്തി പ്രസിഡന്റായി റീന വിനോദിനെയും ജനറൽ സെക്രട്ടറിയായി ജയശ്രീ മോഹൻദാസിനെയും ട്രഷററായി രമാദേവിയെയും തെരഞ്ഞെടുത്തു. ഷൊർണൂർ കവളപ്പാറ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സഹസ്രനാമ ലക്ഷാർച്ചന നടന്നു. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വൈകുന്നേരം ബ്രഹ്മകലശം എഴുന്നള്ളിപ്പ്, കലശാഭിഷേകം എന്നിവയുണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ലക്ഷാർച്ചനയിൽ പങ്കെടുത്തു. തന്ത്രി തീയന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാമായണ മാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഗണപതി ഹോമം, രാമായണ പാരായണം, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭഗവത് സേവ എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാത്തതിൽ ഉപരോധ സമരം നടത്തിയ MLA. മഞ്ഞളാംകുഴി അലി MLAയാണ് നാഷണൽ ഹൈവേ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചത്. മഴ മാറിയിട്ടും അങ്ങാടിപ്പുറത്തെ കുഴികൾ അടയ്ക്കാത്തത് രാഷ്ട്രീയ വിരോധം കൊണ്ടെന്നും MLA. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട വ്യാപാരികൾ പ്രക്ഷോഭത്തിൽ. 13 ബുധനാഴ്ച പ്രതിഷേധ റാലിയും ധർണയും നടത്തി. വിരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്ന് മുഖ്യ ആവശ്യം. എല്ലാ വീടുകൾക്കും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് 44 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി. മാർക്കറ്റിംഗിനകത്താണ് ഇന്ന് സിനിമയുടെ വിജയമെന്ന് നടൻ TG രവി.
സിനിമകൾക്ക് പേരിടാൻ പോലും പേടിക്കേണ്ട കാലമാണിതെന്നും ടി.ജി. രവി. അവാർഡുകൾ നൽകുന്നത് നിലവാരമില്ലാത്ത സിനിമകൾക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ കർഷകരെ നിരന്തരം കടക്കണിയിലേക്ക് തള്ളിവിടുന്നെന്ന് സ്വതന്ത്ര കർഷക സംഘം. കർഷകദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ കർഷക സംഘം ധർണ നടത്തി. ദിവസേനയുള്ള മസ്റ്ററിംഗ് പ്രക്രിയ പ്രയാസമുണ്ടാക്കുന്നതായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇടപെടണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം MLAക്ക് നിവേദനം നൽകി. പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.